യെസ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നിമിഷം നൽകാനുള്ളത്. രമേശ് ചെന്നിത്തല UDF യോഗത്തിനെത്തില്ല. ഘടകകക്ഷികളുമായി നടക്കുന്ന ചർച്ചയിൽ രമേശ് ചെന്നിത്തല എത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അദ്ദേഹത്തിന്റെ അതൃപ്തി അത് അതേപോലെ തുടരുന്നു എന്നുള്ളത് നമ്മൾ ഈ നിമിഷം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രജീഷ് നരിക്കുനി ചേരുകയാണ് വിവരങ്ങളുമായി. രജീഷ്, അപ്പോൾ ഇന്നലെ നടന്ന നിയമസഭാ കക്ഷി യോഗത്തിലും രമേശ് ചെന്നിത്തല എത്തിയില്ല. നോക്കണം, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അതിന്റെ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച മുതിർന്ന കോൺഗ്രസിന്റെ നേതാവാണ്. ഒരു പക്ഷേ VD സതീശൻ കഴിഞ്ഞാൽ ഈ മന്ത്രിസഭയിൽ ഏറ്റവും പവർഫുള്ളായി എത്തേണ്ട ഒരു നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല. നിർണായകമായൊരു യോഗത്തിലേക്ക്, UDF ഒന്നിച്ചിരിക്കുന്ന ഒരു യോഗത്തിലേക്ക് രമേശ് ചെന്നിത്തലയെ പോലൊരു മുതിർന്ന നേതാവ് വീണ്ടും അദ്ദേഹം അവിടെ നിൽക്കുകയാണ്, ഞാനില്ല എന്നുള്ള നിലപാടെടുത്തുകൊണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ അതൃപ്തി? ഇതുവരെ പരിഹരിക്കാൻ AICCക്ക് ആയില്ലേ? അത് വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ അതൃപ്തി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ രമേശ് ചെന്നിത്തല ഇതിനോടകം തന്നെ ഇങ്ങോട്ട് പുറപ്പെടേണ്ടതാണ്. ലീഗ് നേതാക്കളടക്കം ഇവിടേക്ക് ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ അതൃപ്തി പൂർണ്ണമായും AICC നേതൃത്വത്തിനും കോൺഗ്രസ് നേതൃത്വത്തിനും പരിഹരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ രമേശ് ചെന്നിത്തല ഇങ്ങോട്ട് പുറപ്പെട്ടാണ്. പക്ഷേ ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. നേരത്തെ രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന വിഭാഗം അടക്കം നേരത്തെ ഇവിടെ വന്ന് കണ്ടോൺമെന്റ് ഹൗസിലെത്തി VD സതീശനുമായൊക്കെ ചർച്ച നടത്തി അതിന് മടങ്ങിപ്പോയിരിക്കുകയാണ്. അവർ നൽകുന്ന വിവരങ്ങളനുസരിച്ച് ഇന്നത്തെ യോഗത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയുന്നത്. അതായത് ചർച്ച നടക്കുന്നു, പക്ഷേ അതൊരു പൂർണ്ണ തരത്തിലേക്ക് വിജയിച്ചിട്ടില്ല എന്നുകൂടി നമുക്ക് പറയേണ്ടിയിരിക്കും. രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുന്ന കാര്യത്തിൽ ഇതുവരെ പൂർണ്ണമായും നേതൃത്വത്തിന് അനുനയിപ്പിക്കാൻ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല എന്നുകൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നേതൃയോഗത്തിലേക്ക് ഇപ്പോൾ എത്തില്ല. ഇനി മന്ത്രിസഭയുടെ ഭാഗമാകുമോ ഇല്ലയോ എന്നാണ് ഉയരുന്ന ചോദ്യം. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കൂടി നമുക്ക് വൈകാതെ തന്നെ ലഭ്യമാകും. ആ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നുണ്ട്. നേരത്തെ ആഭ്യന്തര വകുപ്പ് വേണമെന്ന കടും വാശിയിൽ തന്നെയായിരുന്നു രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ വഴങ്ങാൻ കോൺഗ്രസ് നേതൃത്വവും VD സതീശനും ഒക്കെ തയ്യാറാകുമോ എന്ന ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ബാക്കിയാണ്. അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ മന്ത്രിസഭയിൽ വേണ്ട ഇല്ല എന്നൊരു നിലപാട്, കടുത്ത നിലപാടിൽ തന്നെയായിരുന്നു രമേശ് ചെന്നിത്തല ഉള്ളത്. എന്തായാലും ഇനി മന്ത്രിസഭയുടെ ഭാഗമാകുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും UDF നേതൃയോഗത്തിലേക്ക് നിലവിൽ രമേശ് ചെന്നിത്തല എത്തില്ല എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നേതാക്കളും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ അനുകൂല വിഭാഗവും ഒക്കെ തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. ഈ യോഗത്തിലേക്ക് എത്തുന്നില്ല. എന്നാലും നിർണായകമായ യോഗം തന്നെയാണ് ഇവിടെ ചേരുന്നത്. മന്ത്രിസഭാ വിഭജനം സംബന്ധിച്ച കാര്യങ്ങൾ ഘടകകക്ഷികൾ അവരുടെ അഭിപ്രായം പറയും. അപ്പോൾ തന്നെ അവർ ആവശ്യം മന്ത്രിസഭാ സ്ഥാനങ്ങൾ ആവശ്യപ്പെടും. അതേസമയം കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരാൾ രമേശ് ചെന്നിത്തല, അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. കടുത്ത അതൃപ്തി ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുക. മഹേഷ്, ശരി, ക്യാപ്റ്റനെ തീരുമാനിച്ചു, ടീം സതീശനെ മറ്റംഗങ്ങളെ തീരുമാനിക്കാനുള്ള ചർച്ച നടക്കുകയാണ്. അപ്പോൾ വൈസ് ക്യാപ്റ്റൻ ആകേണ്ട ആൾ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഞാനില്ല എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല മാറി നിൽക്കുകയാണ്. ഈ യോഗത്തിലേക്ക് രമേശ് ചെന്നിത്തല എത്തുന്നില്ല എന്നുള്ളതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.